ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ദേവീ മഹാത്മ്യം പ്രഥമചരിതം അധ്യായം 1. മധുകൈടഭവധം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീദേവി മഹാത്മ്യം ചണ്ഡീ സപ്തശതി. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ആരാണോ സൂര്യപുത്രനായ സാവർണി 8ാമത്തെ മനുവാകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ആ സാവർണി മുൻപ് ആരായിരുന്നു എന്ന ആ ഒരു കഥയെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്ന എന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേട്ടാലും. തൻ്റെ ശിഷ്യരോടായിട്ട് മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്. അവർ ആ സാവർണിക മനുവാകാനുള്ള കാരണത്തെക്കുറിച്ചും വിശദമായിട്ട് ഞാൻ പറയാൻ പോകുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണ്. ഇതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ഇതിൽ 71 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം. ഓരോ മന്വന്തരത്തിനും അതിന് നേതാവായിട്ട് ഒരു മനു ഉണ്ടാകും. ആ മനുവിൻ്റെ പേരിലാണ് ആ ഒരു മന്വന്തരം അറിയപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത് സ്വയംഭൂവ മനു, സ്വയംഭൂവ മന്വന്തരം, സോരോജിഷ മന്വന്തരം, ഉത്തമ മന്വന്തരം, താപസ മന്വന്തരം, രൈവത മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം, വൈവസ്വത മന്വന്തരം. ഇപ്പോൾ നടക്കുന്നത് വൈവസ്വത മന്വന്തരമാണ്. ഇനി വരാൻ പോകുന്ന മനുവായിട്ട് സാവർണിക മനുവിനെയാണ് പറയുന്നത്. ആ മനു മുൻപ് ആരായിരുന്നു? ഈ കഥയാണ് ദേവീ മഹാത്മ്യം. സാവർണിക മനു ആ മഹാമായയുടെ അനുഗ്രഹത്താലാണ് മന്വന്തരാധിപൻ ആകാൻ പോകുന്നത്. ആ പ്രസിദ്ധനായ സാവർണി എന്ന സൂര്യൻ്റെ മകൻ മഹാഭാഗ്യവാനാണ്. കാരണം ആ മഹാമായാദേവിയുടെ പ്രസാദത്താലാണ്. എങ്ങനെയാണ് മന്വന്തരാധിപൻ ആയത്? ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേട്ടാലും. പണ്ട് സോരോജിഷൻ എന്ന മനു ഭരിക്കുന്ന കാലത്ത്, അതായത് 2ാമത്തെ മന്വന്തരത്തിലാണ് 8ാമത്തെ മനുവായി തീരേണ്ട ആൾ തീരുമാനിക്കപ്പെട്ടത് എന്നതാണ് ഏറ്റവും വലിയ അതിശയം. ആ സോരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശത്തിൽ ഉണ്ടായ സുരഥൻ എന്ന് പേരായ ഒരു രാജാവ്. ആ രാജാവ് വെറും ഒരു രാജാവല്ല, അഖില ഭൂമണ്ഡലത്തിനും രാജാവായി ഭവിച്ചു. ചക്രവർത്തിയായിരുന്നു. അത്രയധികം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന ചക്രവർത്തിയായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയ ഒരു ചക്രവർത്തിയായിരുന്നു ഈ സുരഥ രാജാവിൻ്റെ. പ്രജാവാത്സല്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സുരഥ മഹാരാജാവ് തൻ്റെ പ്രജകളെ, തൻ്റെ ധർമ്മപത്നിയിൽ ജനിച്ച മക്കൾ സ്വന്തം പുത്രന്മാരെ എന്ന പോലെ വളരെ നന്നായിട്ട് പ്രജകളെ പാലിച്ചു കൊണ്ടിരുന്ന ആ സുരഥ മഹാരാജാവിനെ കോലവിധ്വംസികൾ, അതായത് പന്നികളെ നശിപ്പിക്കാത്തവർ, അവർ യവനന്മാരാണ്. ആ യവന സൈന്യം ഈ ഭൂമിപതിയുടെ, ഈ രാജാവിൻ്റെ ശത്രുക്കളായി ഭവിച്ചു. ആന, കുതിര തുടങ്ങിയ സൈന്യസമൂഹം, അതിപ്രബലമായ വിശാലമായ സൈന്യബലം. ആ സൈന്യബലം ഉള്ള സുരഥ മഹാരാജാവിന് ആ യവനന്മാരോടുകൂടെ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ആ യവന സൈന്യം, അവരുടെ സൈന്യം വളരെ കുറച്ചാണ്. എന്നിട്ട് പോലും ആ യവന രാജാക്കന്മാരാൽ അവർ ജയിച്ചു. രാജാവ് തോറ്റു. നിർഭാഗ്യവശാൽ രാജാവ് തോറ്റു. അപ്പോൾ ആ ശത്രുക്കൾക്കാണ് ബലം കൂടുതലായത്. അവർക്ക് ഭാഗ്യം കൂടുതലായി. അങ്ങനെ ആ ശത്രു സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടവനായ ആ സുരഥ മഹാരാജാവ് എന്നിട്ടും ആ രാജാവിനെ വിളിക്കുന്നത് ഭാഗ്യവാൻ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധി കാരണമാണ് അദ്ദേഹവും പിന്നീട് സാവർണിക മനുവായി തീർന്നത്. അങ്ങനെ സുരഥ മഹാരാജാവ് പിന്നെ തൻ്റെ സ്വന്തം രാജധാനിയിലേക്ക് വന്നു. എന്നിട്ട് തൻ്റെ ദേശത്തിന് മാത്രം അധിപതിയായി ഭവിച്ചു. അതിന് കാരണം രാജാവിൻ്റെ ആത്മബലം നഷ്ടപ്പെട്ടു. തന്നെ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന ആ ഒരു ചിന്ത ആ രാജാവിന് വന്നു. പിന്നീട് ഈശ്വരാനുഗ്രഹത്താലുള്ള ഒരു തിരിച്ചറിവിലേക്ക് സുരഥ മഹാരാജാവ് എത്തുകയാണ്.
ഇനി സ്വന്തം രാജധാനിയിൽ അദ്ദേഹത്തിന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും അദ്ദേഹം പുറം തള്ളപ്പെടുകയാണ്. അവിടെ തൻ്റെ സ്വപുരത്തിലും ആകട്ടെ അതുവരെ രാജാവിനെ പേടിച്ചു കൊണ്ട് മാത്രം നല്ലവരായിരുന്ന മന്ത്രിമാർ ഇതൊരു അവസരമായി കരുതി. അങ്ങനെ ആ ദുർലഭനായിട്ടുള്ള ആ സുരഥ മഹാരാജാവിനെ ഖജനാവ്, സൈന്യബലം ഇതൊക്കെ മന്ത്രിമാരുടെ വശത്താക്കി. അങ്ങനെ അത്രയും നാൾ രാജാവിൻ്റെ മുൻപിൽ ചിരിച്ചു കൊണ്ട് നിന്ന ആ മന്ത്രിമാർ മര്യാദയില്ലാത്തവരും ദുഷ്ടന്മാരും ആയിട്ടുള്ള ദുരാഗ്രഹികളുമായിട്ടുള്ള ആ മന്ത്രിമാരാൽ അപഹരിക്കപ്പെട്ടു. രാജാവ് ദുർലഭനാകുക മാത്രമല്ല, തനിക്ക് സ്വന്തമെന്ന് താൻ കരുതിയതൊക്കെ തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിൽ ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കൊട്ടാരം വിട്ടു പോവുകയാണ്. അനന്തരം ആ ഒരു യജമാന ഭാവമൊക്കെ നഷ്ടപ്പെട്ടു രാജാവിന്. അവിടെയെല്ലാം മന്ത്രിമാർ കീഴടക്കിയതുപോലെയായി. ഭാര്യയും മക്കളും എല്ലാവരും രാജാവിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിസ്സഹനായ ആ രാജാവ് നായാട്ടിന് പോവുകയാണ് എന്ന വ്യാജേന അങ്ങനെയാണ് രാജാവ് ആ കൊട്ടാരം വിട്ടു പോകുന്നത്. അങ്ങനെ ഏകാഗിയായിട്ട് ഒരു കുതിരപ്പുറത്തു കയറിയിട്ട് കൊടും കാട്ടിലേക്ക് രാജാവ് തനിച്ചു പോയി. ചക്രവർത്തി പദവും തൻ്റെ രാജ്യവും നഷ്ടപ്പെട്ട സുരഥ മഹാരാജാവ് നായാട്ടിനെന്ന വ്യാജേന വനത്തിലേക്ക് പോയി. അങ്ങനെ ഒരു ഗഹനമായ വനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ സുരഥ മഹാരാജാവ് കാട്ടിലെത്തി. ആ രാജാവ് അവിടെ ബ്രാഹ്മണ ശ്രേഷ്ഠനായ സുമേധസ് മഹർഷിയുടെ ആശ്രമ പരിസരത്തുള്ള വന്യമൃഗങ്ങൾ പോലും ശാന്ത സ്വഭാവത്തോടു കൂടെ ആയിത്തീർന്നതായിട്ട് സുരഥ മഹാരാജാവ് കണ്ടു. മാത്രമല്ല മുനിയുടെ ശിഷ്യന്മാരെ കൊണ്ട് ശോഭിക്കുന്ന കാരണം അവിടെ എപ്പോഴും വേദമന്ത്ര ഉച്ചാരണവും മറ്റ് ശാസ്ത്ര പഠനങ്ങളും ജപവും ധ്യാനവും അങ്ങനെ ആ ഒരു മുനിമണ്ഡലം മുഴുവനും ആ പ്രദേശം തന്നെ ശോഭിക്കുന്നു. ഇങ്ങനെയൊക്കെയായ ആ ആശ്രമം സുമേധസ് മഹർഷിയുടെ ആ ആശ്രമത്തെ കണ്ടു. സുരഥ മഹാരാജാവ് സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്. ഇതൊക്കെ ഈ സ്നേഹം ഒക്കെ നമുക്കും ജപം കൊണ്ട് സാധ്യമാകും എന്നാണ് പറയുന്നത്. അത്രയും മഹത്വമാണ് തപസ്സിനുള്ളത്. ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് പിന്നീട് പല പുണ്യസ്ഥലങ്ങളുമായി തീരുന്നത്. പക്ഷേ ചിന്താകുലനായ മഹാരാജാവിനെ ആ പരിസരം പോലും അദ്ദേഹത്തെ ശാന്തനാക്കുന്നില്ല. ആ ആശ്രമത്തിലെത്തിയ രാജാവ് ആ മഹർഷിയാൽ പൂജിതനായി. താമസിക്കാൻ ഒരിടം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഇങ്ങനെയെല്ലാം കൊണ്ടും ആ രാജാവ് സ്വീകരിക്കപ്പെട്ടു. എന്നാൽ ആ രാജാവിൻ്റെ മനസ്സ് അപ്പോഴും ശാന്തമായിരുന്നില്ല. അതുകൊണ്ട് ആ രാജാവാകട്ടെ സമയം പോകാനായിട്ട് അവിടെയും ഇവിടെയും ഒക്കെയായി നടന്ന് കളിക്കുകയാണ്. ഇങ്ങനെ കുറച്ചു കാലം ആ മുനിശ്രേഷ്ഠൻ്റെ ആശ്രമത്തിൽ വസിച്ചു. ഇനി എന്തൊക്കെയായിരുന്നു സുരഥ മഹാരാജാവിൻ്റെ ചിന്തകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആശ്രമത്തിൽ അവിടെ വെച്ച് ആ രാജാവ് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നുകൂടെ പറയാണ്. മമതാബന്ധം കൊണ്ട് എന്നെ സ്നേഹിച്ചിരുന്നവർ, എനിക്ക് വേണ്ടി ജീവിച്ചിരുന്നവർ, ഇങ്ങനെയുള്ള മമതാബന്ധത്താൽ ആകർഷിക്കപ്പെട്ട മനസ്സോടു കൂടിയവൻ, ഇങ്ങനെയൊക്കെ ആ രാജാവ് ചിന്തിക്കുകയാണ്. പണ്ട് എൻ്റെ പൂർവികന്മാരാൽ പാലിക്കപ്പെട്ട് അങ്ങനെ കൈമാറി എനിക്ക് വന്നു ചേർന്ന എൻ്റെ രാജധാനി, എൻ്റെ രാജ്യം ഞാനില്ലാത്തതായി ഭവിച്ചല്ലോ. ഇനി എൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയായിരിക്കും? എൻ്റെ രാജ്യം അനാഥമായല്ലോ. ഈ മമതാബന്ധമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇതാണ് നമ്മുടെ ചിന്തകൾക്ക് കാരണം. ചിന്തകൾ ദുഃഖത്തിലേക്കും വിഷാദത്തിലേക്കും കൊണ്ടുപോകുന്നു. ചിന്ത തുടരുകയാണ്. ഒരു കാലത്ത് രാജാവിൻ്റെ വിശ്വസ്ത സേവകരെന്ന് തോന്നിപ്പിച്ച അതേ ഭൃത്യന്മാരാണ് ഇപ്പോൾ രാജാവിനെ വഞ്ചിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്ടചിന്താഗതിക്കാരായ എന്നെ വഞ്ചിച്ച എൻ്റെ ഭൃത്യന്മാരാൽ, മന്ത്രിമാരാൽ ഞാൻ എങ്ങനെ രാജ്യം ഭരിച്ചുവോ, ഞാൻ എങ്ങനെ എൻ്റെ പ്രജകളെ നോക്കിയോ അതുപോലെ പാലിക്കപ്പെടുന്നുണ്ടാവുമോ ഇപ്പോൾ? ഞാനില്ലാതെ ആ പുരവാസികളൊക്കെ ദുഃഖിക്കുന്നുണ്ടാവില്ലേ? പ്രധാനനോട് കൂടിയവനും ഇനി തൻ്റെ ആനയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്.
ആനകളിൽ പ്രധാനിയായിരുന്ന, എന്നാൽ എപ്പോഴും മതമുള്ളവനും ആണ്. ഇപ്പോൾ എപ്പോഴും പ്രത്യേക രീതിയിൽ വേണം ആ ആനയെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെയൊക്കെയുള്ള ആ ശൂരനായ, എനിക്ക് പ്രിയപ്പെട്ടവനായ ആ ആനത്തലവൻ എന്തായിരിക്കും ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്നെനിക്കറിയില്ല. ഇതൊക്കെയാണ് രാജാവിൻ്റെ ചിന്ത. എന്നെ ദ്രോഹിച്ച പോലെ ഇവരെയും ആ മന്ത്രിമാർ ഉപദ്രവിക്കുന്നുണ്ടാവുമോ? തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ ആനയെ അവർ പരിപാലിക്കുമോ? തൻ്റെ പ്രജകളും തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ കാലാൾ സൈന്യവും ആന, കുതിര എല്ലാം എൻ്റെ ശത്രുപക്ഷത്ത് ആയിരിക്കുകയാണ്. ശത്രുക്കളുടെ അധീനത്തെ പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാം, എൻ്റെ രാജ്യവും ഒക്കെ ആ രാജാക്കന്മാർ കീഴടക്കി. തീർച്ചയായും ആ രാജാക്കന്മാരെ സേവിക്കാനായിരിക്കും ഇനി എൻ്റെ ഭൃത്യന്മാരായിരുന്ന മന്ത്രിമാർക്കൊക്കെ താല്പര്യം. അപ്പോൾ എൻ്റെ ശത്രുപക്ഷത്തായി തീർന്നിരിക്കുന്ന എൻ്റെ പ്രജകൾക്കും എൻ്റെ ആനയ്ക്കും ഒക്കെ എന്ത് സുഖമായിരിക്കും കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല. കാരണം എന്നോടിങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ തീർച്ചയായും അവരോടും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയില്ലേ എന്നാണ് രാജാവിൻ്റെ ഒരു സംശയം. മാത്രമല്ല, എല്ലാ ദിവസവും അവരെ പല രീതിയിൽ പ്രസാദിപ്പിച്ചിട്ടുണ്ട്. അവർക്കിഷ്ടമുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അവർക്കിഷ്ടമുള്ളത് കൊടുത്തും ഞാൻ പെരുമാറിയിട്ടുണ്ട്. ധനം കൊടുത്തിട്ടുണ്ട്. ഞാനായിരുന്നു അവരുടെ അന്നദാതാവ്. ആരാണോ എന്നെ ഉപജീവിച്ചു വന്നിരുന്നത്, എന്നെ ആശ്രയിച്ചു വന്നിരുന്നത്, അവരൊക്കെ തന്നെ ഇപ്പോൾ ശത്രുപക്ഷത്തായിരിക്കുന്നു. ഒരു കാലത്ത് എൻ്റെ മുന്നിൽ തലകുമ്പിട്ട് നിന്നിരുന്ന അവരൊക്കെ ഇന്ന് എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ശത്രുപക്ഷത്തുള്ളവരുടെ മുൻപിൽ വിനീത വിധേയരായിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ? അതുമാത്രമല്ല, അവരൊക്കെ തന്നെ മറ്റൊരു രാജാവിൻ്റെ സേവയെ തീർച്ചയായും ചെയ്യും. അതാണ് രാജാവിന് സഹിക്കാൻ പറ്റാത്തത്. രാജാവ് ചിന്തിക്കുകയാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെലവുകളൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഒട്ടും ചിന്തിക്കാതെ ചെലവാക്കി ശീലിക്കുന്ന എൻ്റെ ഭൃത്യന്മാരാൽ, കാരണം അവർക്കിപ്പോൾ ഇഷ്ടം പോലെ ധനം കിട്ടിയിരിക്കുകയാണ്. ആ ധനം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ കഷ്ടപ്പാടൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ ചെലവ് ചെയ്യുന്ന ശീലമുള്ള അവർ മുന്നും പിന്നും നോക്കാതെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും പണം ചെലവിടുന്നുണ്ടാകും. ഇങ്ങനെ രാജാവ് ദുഃഖിക്കാൻ എന്താണ് കാരണം? രാജാവ് കഷ്ടപ്പെട്ട് മിതമാക്കി ചെലവാക്കി എങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാമോ അങ്ങനെയൊക്കെ സമ്പാദിച്ച് കൃത്യമായി കരം വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച, അങ്ങനെ എന്നാൽ സമ്പാദിക്കപ്പെട്ട എൻ്റെ ഖജനാവ് ഇപ്പോൾ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും. ഇങ്ങനെ ആ സുരഥ മഹാരാജാവ് ഇങ്ങനെ പലതും അങ്ങനെ സദാ വിചാരിച്ച് ഇത് തന്നെയാണ് രാജാവിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയവേ സുരഥ മഹാരാജാവ് ആ ആശ്രമപ്രദേശത്ത്, ആ മുനിയുടെ ആശ്രമപ്രദേശത്തിൻ്റെ അടുത്തായിട്ട് ഈ പ്രദേശത്ത് തന്നെ ഒരു വ്യാപാരിയെ പോലെ തോന്നിച്ച ഒരാളെ കണ്ടു. ആ വൈശ്യൻ രാജാവിനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടു, എന്തൊക്കെയാണ്? അല്ലയോ, നിങ്ങൾ ആര്? ഇവിടെ വരാനായിട്ട് കാരണം എന്താണ്? ഇങ്ങനെ ചോദിക്കപ്പെട്ടു. ചോദിക്കാൻ കാരണം അവിടെ സ്ഥിരതാമസമാക്കാനാണ് വന്നതെങ്കിൽ ആ ആളുടെ മട്ടും ഭാവവും ഇങ്ങനെയായിരിക്കില്ല. ആ ആശ്രമത്തിൽ സുമേധസ് മഹർഷിയും മഹർഷിയുടെ ശിഷ്യന്മാരും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പുറത്ത് നിന്ന് വന്ന ഒരാൾ സുരഥ മഹാരാജാവാണ്. അപ്പോൾ തന്നെപ്പോലെ തന്നെ ഒരാളെയാണ് സുരഥ മഹാരാജാവ് കാണുന്നത്. കാരണം ആ ആളിൻ്റെ ശരീരഭാഷ അത് വിളിച്ചു പറയുന്നുണ്ട്. വന്നത് ഇതുപോലെയൊരവസ്ഥയുമായിട്ടാണ്. കാരണം മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നയാളല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് രാജാവ് ചോദിച്ചത്. കാരണം രാജാവിൻ്റെ അതേ മാനസിക ഭാവത്തിൽ തന്നെയാണ് ആ വൈശ്യനും അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ആകാംക്ഷയോടുകൂടെ രാജാവ് ഇങ്ങനെ ചോദിച്ചത്. രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, ദുഃഖം ഉള്ളിലുള്ള ഒരാളെ പോലെ മനസ്സ് ദുഷിച്ചിരിക്കുന്നു, മനസ്സ് സ്വസ്ഥമല്ല എന്ന പോലെ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള ആ രാജാവിൻ്റെ സ്നേഹപൂർവമുള്ള വാക്കിനെ കേട്ടിട്ട് ആ വൈശ്യൻ ഇപ്രകാരം രാജാവിനോട് കുനിഞ്ഞ ശിരസോടുകൂടെ തിരിച്ച് മറുപടി പറഞ്ഞു, ഞാൻ സമാധി എന്നു പേരുള്ളൊരു വൈശ്യനാണ്. ഞാൻ വലിയ വലിയ ധനികന്മാരുള്ള ഒരു വംശത്തിൽ ജനിച്ചവനാണ്. ഇനി ആ വൈശ്യൻ എന്തുകൊണ്ടാണ് ഇവിടെ ആശ്രമത്തിൽ എത്തിയത് എന്ന് പറയുന്നു. വൈശ്യൻ പറയുകയാണ്, സാധുക്കളല്ലാത്ത മനസ്സ്,
അത്യാഗ്രഹം കൊണ്ട് ധനത്തിലുള്ള അത്യാഗ്രഹം കാരണം താൻ കൊടുക്കുന്നതൊന്നും പോരാ, എല്ലാം അവരുടെ പേരിൽ നൽകി അവർക്ക് അനുഭവിക്കണം എന്നതിനാൽ എൻ്റെ പുത്രന്മാരാലും ഭാര്യമാരും എൻ്റെ ധനമൊക്കെ അവരെടുത്തു, അവരായിട്ട് അപഹരിച്ചു, എന്നിട്ട് എന്നെ ഉപേക്ഷിച്ചു. ഇങ്ങനെ എൻ്റെ സ്വബന്ധുക്കളാലും ഭാര്യമാരാലും പുത്രന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് അങ്ങനെ ദുഃഖിച്ചിട്ടാണ് ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി അത്യധികം ദുഃഖത്താൽ ഞാൻ ഈ വനത്തിൽ വന്നു ചേർന്നത്. താൻ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ഇവിടെ ആ വൈശ്യൻ സമാധി ചിന്തിക്കുന്നത് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമാണ്. എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവനായ ഈ ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു. എൻ്റെ മക്കൾക്ക് സുഖമായിരിക്കുമോ? എന്നെ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കുമോ? എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ചിന്താകുലനായിരിക്കുന്നത് അവരെക്കുറിച്ചോർത്തിട്ടാണ്. എൻ്റെ സ്വജനങ്ങളുടെയും എൻ്റെ ഭാര്യമാരുടെയും അവരുടെ ആ വാർത്തയെ ഇപ്പോൾ അവരുടെ ഗൃഹത്തിൽ അവർക്കിപ്പോൾ സുഖം ആയിരിക്കുമോ? അതോ അവർക്ക് വല്ല ദുഃഖവും ഉണ്ടായിരിക്കുമോ? എന്നെ പുറത്താക്കിയതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നുണ്ടാകുമോ? എന്തായിരിക്കും അവരുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ്? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ മക്കളൊക്കെ നല്ല മക്കളാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ആ മനസ്സിൻ്റെ ലോഭം കാരണമാണോ എന്നോടൊക്കെ അവരിങ്ങനെ ചെയ്തത്? അതോ അവരെന്നും ഇങ്ങനെ ദുഷ്ടചിന്തരായിരുന്നോ? എനിക്ക് മനസ്സിലാകാത്തതായിരുന്നോ? അവർ സൽപുത്രന്മാർ തന്നെ ആയിരുന്നോ ശരിക്കും? അതോ അവർ ദുഷ്ടന്മാർ തന്നെ ആയിരുന്നോ? എന്താ എനിക്കവരെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? എന്നിട്ടും അവരെക്കുറിച്ചുള്ള ചിന്തയെ മറികടക്കാനും സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ ദുഃഖം. ഇതൊക്കെ ആ വൈശ്യൻ പറഞ്ഞപ്പോൾ രാജാവ് ആ വൈശ്യനോട് പറയുകയാണ്, ഭവാൻ അങ്ങ് ധനത്തിലുള്ള അത്യാഗ്രഹം കൊണ്ട് അങ്ങനെയായി തീർന്ന് ഏതൊരു ഭാര്യ പുത്രന്മാരാൽ അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടുവോ? വീണ്ടും അവരിൽ അങ്ങയുടെ മനസ്സ് ഇപ്പോഴും സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതെന്താണ്? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇനിയും അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ അങ്ങേക്ക് ഇതെന്തു പറ്റി എന്നാണ് രാജാവ് വൈശ്യൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ വൈശ്യൻ പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നെക്കുറിച്ചും എൻ്റെ ബന്ധുക്കളെക്കുറിച്ചും എന്തൊരു വാക്കിനെയാണോ അങ്ങിപ്പോൾ പറഞ്ഞത്? എന്നെ ഉപേക്ഷിച്ച ബന്ധുക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ശരി തന്നെയാണ്. എൻ്റെ പ്രശ്നവും അതുതന്നെയാണ്. എൻ്റെ മനസ്സിനെ എനിക്ക് നിഷ്കൂറനാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അവരോടുള്ള ആ സ്നേഹത്താൽ എൻ്റെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ നിസ്സഹായാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള ദുഃഖമാണ് അദ്ദേഹത്തിന്. തുടർന്ന് വീണ്ടും വൈശ്യൻ പറയുകയാണ്, ഒരു പിതാവായ എൻ്റെ സ്നേഹത്തെയും ഒരു ഭർത്താവായ എൻ്റെ സ്നേഹത്തെയും ഒപ്പം എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ബന്ധു എന്ന സ്നേഹത്തെയും ഉപേക്ഷിച്ചത് പണത്തിലുള്ള അത്യാഗ്രഹം കൊണ്ട് ആരാൽ ഞാൻ ത്യജിക്കപ്പെട്ടുവോ അവരിൽ തന്നെ എൻ്റെ മനസ്സ് ഹൃദയമുള്ളവനാണ്. ഞാനങ്ങനെ ആയിപ്പോയി. എനിക്ക് അവരിൽ ഇപ്പോഴും സ്നേഹമാണ്. ഞാൻ ഇപ്പോഴും അവരിൽ സ്നേഹമുള്ളവനായി തന്നെ ഇരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ല എന്നാണ് വൈശ്യൻ പറയുന്നത്. വൈശ്യൻ രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കറിയാം അങ്ങ് ഈ പറയുന്നതൊക്കെ സത്യമാണ്. എനിക്കിതൊക്കെ അറിവുണ്ട്. എന്നിട്ടും ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ട് മാത്രം സ്നേഹിക്കുന്ന അങ്ങനെ ഗുണരഹിതയായ എൻ്റെ ആ ബന്ധുക്കളിലും യാതൊരു മനസ്സ് എനിക്കിപ്പോഴും അവരിൽ സ്നേഹമുള്ളതായി ഭവിക്കുന്നു എന്നത് ഇതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയുന്നില്ല. അവരെക്കുറിച്ച് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖം, ദീർഘശ്വാസത്തോടൊപ്പം വല്ലാത്തൊരു ദുഃഖവും അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് വൈശ്യന്. അവർ നിമിത്തം എനിക്കിതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. എന്നിട്ടും എന്നിൽ യാതൊരു പ്രീതിയും ഇല്ലാത്ത അവരിൽ എൻ്റെ മനസ്സ് നിഷ്ഠൂരമാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? അവരെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സ് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്തയെ ഉപേക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഇവരുടെ ഈ ഒരു സംഭാഷണത്തെ തുടർന്ന്
മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ശിഷ്യരോട് പറയുകയാണ്. ശിഷ്യനെ വിളിക്കുന്നു. അല്ലയോ ശ്രേഷ്ഠ, അനന്തരം സമാധി എന്ന് പേരുള്ള ഈ വൈശ്യനും രാജശ്രേഷ്ഠനുമായിട്ടുള്ള സുരഥ മഹാരാജാവും അവർ രണ്ടുപേരും ഒരുമിച്ച് സുമേധസ് മഹർഷിയോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് വിചാരിച്ച് ആ മുനിയുടെ അടുത്തേക്ക് പോയിട്ട് ഇരുന്നു. വൈശ്യനും രാജാവും ഒരു മഹർഷിയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ ചില ആചാരങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ആ മഹർഷി അർഹിക്കുന്ന ആ ഒരു ആദരവ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ മഹർഷിയോടുകൂടെ ആ സംഭാഷണത്തെ ചെയ്തിട്ട് അവിടെ മഹർഷിയുടെ അടുത്തിരുന്നിട്ട് ചില കഥകളും പറഞ്ഞു. രാജാവ് മഹർഷിയോട് ചോദിക്കുന്നു. ഹേ ഭവാൻ, അല്ലയോ മഹർഷേ, ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ചിത്തത്തെ അവനവന് അധീനമാക്കി വയ്ക്കാൻ സാധിക്കാതെ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ മനസ്സിന് ദുഃഖത്തിനായിക്കൊണ്ട് എന്തോ ഒന്ന് അതിന് തടസ്സം നിൽക്കുന്നു. എൻ്റെ മനസ്സിനെ എനിക്ക് അധീനമാക്കി വയ്ക്കാൻ വേണ്ടി അതിന് എന്തോ ഒന്ന് തടസ്സമായി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ എന്തോ ഒന്നുണ്ട്, അതെനിക്ക് പറഞ്ഞു തന്നാലും. ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് അധീനമാകാത്തത് എന്തുകൊണ്ടാണ്, അത് പറഞ്ഞു തന്നാലും എന്നാണ് രാജാവ് ആദ്യം തന്നെ പറഞ്ഞത്. ഈ ഒരു മോഹത്തിന് കാരണം മമത്വമാണെന്നും അറിയാം മുനിശ്രേഷ്ഠ. എനിക്ക് അറിവുണ്ട്, എന്നിട്ടും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ രാജ്യത്തെക്കുറിച്ചും എല്ലാ അർത്ഥത്തിലും എനിക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട പലതും നഷ്ടപ്പെട്ടു. അധികാരം, എൻ്റെ ഭൃത്യന്മാർ, മന്ത്രിമാർ, എൻ്റെ കുതിരകൾ, ആനകൾ, ഇങ്ങനെ അവിടെ എൻ്റേത് എന്ന് പറഞ്ഞ് എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല എന്നും എനിക്കറിയാം. എന്നിട്ടും എപ്രകാരമാണോ ഒരു അജ്ഞാനി ഇതൊന്നും അറിവില്ലാത്തവനെ പോലെ ദുഃഖിക്കുന്നത്, അങ്ങനെ ആ അജ്ഞാനിക്കുണ്ടാകുന്ന ഒരു മമത്വം, എൻ്റേത് എന്ന ഈ ചിന്ത, അതെന്താണ് എന്നെ ഇങ്ങനെ വല്ലാതെ ബാധിക്കുന്നത്? അതെന്താണ് എനിക്ക് മാറ്റാൻ സാധിക്കാത്തത്? എനിക്കറിയില്ല എന്ന് പൂർണ്ണമായിട്ടങ്ങ് സമ്മതിക്കാനും രാജാവിനൊരു മടി. പക്ഷേ ഈ മമത്വം അതെന്താണ് എന്നെ വിട്ടു പോകാത്തത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒപ്പം വൈശ്യന് വേണ്ടി സംസാരിക്കുകയാണ്. ഈ വൈശ്യൻ പുത്രന്മാരാൽ, ഭാര്യമാരാൽ, ഭൃത്യന്മാരാൽ വളരെയധികം നിന്ദിക്കപ്പെട്ടിട്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്. അതുപോലെ സ്വന്തം ബന്ധുക്കളാലും ത്യജിക്കപ്പെട്ടു. എന്നിട്ടും അവരിൽ ഇപ്പോഴും അത്യധികമായ സ്നേഹം ഇദ്ദേഹത്തിനുണ്ട്. അത് ഉപേക്ഷിക്കാൻ ഇദ്ദേഹത്തിനാകുന്നില്ല. അതാണ് ഇയാളുടെ ദുഃഖം. ഇതുപോലെ ഇവനും ഞാനും ഞങ്ങളുടെ ബന്ധുക്കളിൽ ദോഷത്തെ കണ്ടെത്തി. അവരാരും യഥാർത്ഥത്തിൽ ഞങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്ന സത്യത്തെ ഞങ്ങൾ കണ്ടെത്തി. എന്നിട്ടും അതേ വിഷയത്തിൽ അതേ ആളുകളിൽ മമത കൊണ്ട് എൻ്റെ ആളുകളല്ലേ, എത്രയായാലും എൻ്റെ ബന്ധുക്കളല്ലേ എന്ന ഈ മമത്വം കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അത്യധികം ദുഃഖിതരായിരിക്കുന്നത്. അപ്പോൾ മമത്വം കൊണ്ടാണ് ദുഃഖം എന്നും രാജാവിനറിയാം. പക്ഷേ അത് ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അല്ലയോ മുനിശ്രേഷ്ഠ, ഞങ്ങൾ രണ്ടുപേരും ജ്ഞാനികളായിട്ടും എല്ലാം അറിയുന്നവരായിട്ടും ഏതൊരു മോഹമാണ് ഞങ്ങളുടെ ഈ അറിവിനെ മറയ്ക്കുന്നത്? വിവേകമില്ലാത്തവൻ്റെ ഈ ഒരു മൂഢത്വം. അപ്പോൾ വിവേകം നഷ്ടപ്പെട്ട ആൾക്കാണ് ഇങ്ങനെ ഒരു മൂഢത്വം വരിക, അതും അറിയാം. ഈ മൂഢത്വം എനിക്കുമുണ്ട്, ഇതാ ഇയാൾക്കുമുണ്ട്. ഇതെന്താണിത്? എല്ലാം അറിഞ്ഞിട്ടും അതിനെ ഇല്ലാത്തതാക്കാൻ സാധിക്കാത്തത് എന്താണ്? ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് മഹർഷി ഉത്തരം പറയുകയാണ്. മഹർഷി ആദ്യം തന്നെ രാജാവിൻ്റെ എനിക്കെല്ലാം അറിയാം എന്ന ചിന്തയെയാണ്, ആ ഒരു തെറ്റിദ്ധാരണയെയാണ്, അതായത് ഞങ്ങൾ മനുഷ്യർ എല്ലാം അറിയുന്നവരാണ് എന്ന ആ ചിന്തയെയാണ് ആദ്യം തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് മഹർഷി, എല്ലാ പ്രാണികൾക്കും, ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ ജന്തുക്കൾക്കും അവനവൻ്റെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതിനെക്കുറിച്ചും ഒപ്പം തങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ജ്ഞാനം, അറിവ് അസ്ഥി ഉണ്ട്. അല്ലയോ രാജാവേ, ശ്രേഷ്ഠ, മഹാഭാഗ്യവാനായിട്ടുള്ള രാജാവേ, വിഷയജ്ഞാനം, അവനവൻ്റെ വികാരങ്ങളെക്കുറിച്ച്, അവനവന് എന്താണ് വേണ്ടത്, എന്ത് ആഹാരമാണ് കഴിക്കേണ്ടത്, ഏത് മൃഗത്തെ പേടിക്കണം,
അതൊന്നും മൃഗങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതല്ലല്ലോ. ഒപ്പം അവർക്ക് ഇണചേരാൻ അതും ആരും പഠിപ്പിക്കേണ്ടതില്ല. ഇങ്ങനെ മനുഷ്യർക്ക് സാമാന്യമായി ഈ ലോകത്തെ കുറിച്ച് മനുഷ്യർക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും അറിയാം. അതുമാത്രമല്ല, ഈ വിഷയങ്ങളിലുള്ള അറിവ് പല വിധത്തിലാണ്. ഒരു മനുഷ്യനുള്ള അറിവല്ല മറ്റൊരാൾക്ക്. ഇതുപോലെ തന്നെ ഒരു പക്ഷിയുടെ അറിവല്ല ഒരു മൃഗത്തിന്, മാനിൻ്റെ അറിവല്ല സിംഹത്തിന്. ഇതുപോലെ മനുഷ്യൻ്റെ സുഖവും ദുഃഖവും അതും ആപേക്ഷികമാണ്. ഒരേ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് പല വിധത്തിലുള്ള അറിവാണ് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പക്ഷികളിലും മൃഗങ്ങളിലും പലതാണ് അവരുടെ ജ്ഞാനം. അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ചില പക്ഷികൾക്ക്, ചില പ്രാണികൾക്ക് പകൽ കണ്ണു കാണുകയില്ല, മൂങ്ങയെപ്പോലെ. മറ്റു ചില പ്രാണികളാകട്ടെ രാത്രിയിൽ കണ്ണു കാണുകയില്ല, കാക്കകളെപ്പോലെ. എന്നാൽ ചില പ്രാണികളാകട്ടെ പകലും രാത്രിയിലും ഒരുപോലെ കാഴ്ചയുള്ളവരാണ്, പൂച്ചയെപ്പോലെ. മൂങ്ങയ്ക്ക് പകലിനെക്കുറിച്ചറിയില്ല, രാത്രിയെക്കുറിച്ച് മാത്രമേ അറിയൂ. ഇനി കാക്കയ്ക്ക് രാത്രിയെക്കുറിച്ചറിയില്ല, പകലിനെക്കുറിച്ച് മാത്രമേ അറിയൂ. എന്നാൽ പൂച്ചയ്ക്ക് രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും അറിയാം. അപ്പോൾ പ്രാണികളിൽ തന്നെ ഈ വ്യത്യാസമുണ്ട് എന്ന് രാജാവിനോട് മഹർഷി പറയുകയാണ്. മനുഷ്യന്മാർ ജ്ഞാനികൾ തന്നെ. സത്യം തന്നെയാണ് അങ്ങ് പറഞ്ഞത്. മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട്. എന്നാൽ മനുഷ്യന് മാത്രമല്ല ഈ ജ്ഞാനമുള്ളത്. എന്തുകൊണ്ടെന്നാൽ എല്ലാ പശു പക്ഷി മൃഗങ്ങൾക്കും എല്ലാം തന്നെ ജ്ഞാനികൾ തന്നെയാണ്. ഈ അറിവ് തന്നെ മനുഷ്യർക്കും ഉള്ളൂ. പക്ഷികൾക്കും മൃഗങ്ങൾക്കും യാതൊരു വിഷയജ്ഞാനം ഉണ്ടോ? ആ ജ്ഞാനം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇനി മനുഷ്യർക്ക് ഈ പ്രകൃതിയിൽ നിന്ന് സ്വയമേവ എന്തൊക്കെ അറിവുകൾ അനുഭവത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതേപോലെ മൃഗപക്ഷികൾക്കും അതുണ്ട്. ഇനി പ്രത്യേകമായി പറഞ്ഞാൽ ആഹാരം, നിദ്ര, ഏത് മൃഗം ഭയക്കണം എന്ന ആ ഒരു ഭയം, ഇണചേരുക, ഇങ്ങനെയുള്ള അറിവ് മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും തുല്യമാണ്. ഈ പ്രകൃതിയിലുള്ള എല്ലാറ്റിനും എല്ലാ ജന്തുക്കൾക്കും അവരുടെ ഉള്ളിലിരുന്ന് ആ മഹാശക്തി ഉള്ളിൽ പ്രകാശിപ്പിക്കുകയാണത്. ഇങ്ങനെ മനുഷ്യൻ കേമൻ എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു വരുന്നത് ഇതാണ്: എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം എന്ന ചിന്തയെ ആദ്യം ഇല്ലാതാക്കുക. ഈ സാമാന്യമായ ജ്ഞാനം കൊണ്ട് താങ്കൾ ഈ പറഞ്ഞ മമത്വത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഈ മമത്വം എന്നത് എല്ലാവർക്കുമുള്ളതാണ്. ഈ മമത്വം എന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ളത് തന്നെയാണ് എന്നാണ് മഹർഷി പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും തൻ്റെ കുഞ്ഞുങ്ങൾ എന്ന ആ മമത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉദാഹരണമായി പക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്: വിശപ്പ് മാറണമെങ്കിൽ താൻ തന്നെ ഭക്ഷണം കഴിക്കണം എന്ന അറിവ് അതിനുണ്ട്. എങ്കിലും വിശപ്പ് കൊണ്ട് പീഡിക്കപ്പെട്ടാലും ആ ഒരു മമതാമോഹത്താൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കൊക്കിനുള്ളിലേക്ക് ആഹാര അംശങ്ങളെ ആ കൊച്ചു കുഞ്ഞിൻ്റെ ആ കൊക്കിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇങ്ങനെയുള്ള ആദരവോട് കൂടിയതുമായ ഈ പക്ഷികളെ നോക്കൂ. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ കഴിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ അമ്മ പക്ഷികൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇത് തന്നെയല്ലേ മനുഷ്യനും ചെയ്യുന്നത്? അപ്പോഴും പക്ഷികൾ തന്നെയാണ് കുറച്ചും കൂടെ ശ്രേഷ്ഠം എന്ന് പറയാൻ വേണ്ടിയിട്ട് മഹർഷി വീണ്ടും പറയുന്നു: അല്ലയോ രാജാവേ, ഈ മനുഷ്യൻ തൻ്റെ മക്കളെക്കുറിച്ച് അവരോടുള്ള മമത്വം മാത്രമല്ല അവരെ സ്നേഹിക്കുന്നത്. പകരം ഞാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഈ ചെയ്യുന്നതൊക്കെ എനിക്ക് വയ്യാതാകുമ്പോൾ, പ്രായമാകുമ്പോൾ എനിക്ക് തിരിച്ചു തരണം. അതായത് മക്കൾ എന്നെ തിരിച്ച് സംരക്ഷിക്കണം. ഇങ്ങനെയുള്ള ആ ആഗ്രഹം നിമിത്തമാണ്, ആ അഭിലാഷത്തോടു കൂടെയാണ്, ആ പ്രതീക്ഷയോടു കൂടെയാണ് എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത്. അതേസമയം ഈ പക്ഷിമൃഗാദികൾക്ക് അങ്ങനെ ഒരു പ്രത്യുപകാര ചിന്തയില്ല, മമത്വം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പക്ഷികളെ ഭവാൻ കാണുന്നില്ലയോ? അങ്ങനെ മക്കളെ വളർത്തുന്ന മനുഷ്യൻ പക്ഷിമൃഗങ്ങളെക്കാൾ താഴ്ന്ന ചിന്താഗതിക്കാരാണ്. സാമാന്യ ജ്ഞാനത്തെക്കുറിച്ച് പോലും അഭിമാനിക്കാൻ മനുഷ്യന് വകയില്ല. സാമാന്യമായ ജ്ഞാനം ഉണ്ടെങ്കിൽ പോലും അത് ഈ മോഹം കൊണ്ട്, മമതാമോഹം കൊണ്ട് മറയ്ക്കപ്പെടുന്നു. എങ്ങനെയാണ് ഈ മോഹത്തിൽ നമ്മൾ പെടുന്നത്? മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും എല്ലാവർക്കും അറിവൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംസാരസ്ഥിതിയെ ചെയ്യുന്ന, ഈ സംസാരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഥവാ സൃഷ്ടിയെ നടത്തുന്ന ആ മഹാമായയുടെ പ്രഭാവത്താൽ മമത എന്ന ചുഴിയോടുകൂടിയ മോഹമാകുന്ന ആ വലിയ കുഴിയിൽ എല്ലാവരും പതിക്കുന്നവരായിത്തീരുന്നു.
മമത്വത്തെ ചുഴിയോടും മോഹത്തെ ഗർത്തം ആ വലിയ കുഴിയോടുമാണ് ഉപമിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇതുതന്നെയാണ് രാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇങ്ങനെ ചുഴിയിൽപ്പെട്ട് അഗാധ ഗർത്തത്തിൽ പോയി പതിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് തൻ്റെ മനസ്സിനെ അധീനമാക്കാൻ സാധിക്കാത്തത്. ആ മഹാമായ എന്നത് ഈ ജഗത്തിൻ്റെ പതിയായ ഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്ര തന്നെയാണ്. നിദ്ര എന്ന് പറഞ്ഞാൽ തന്നെ മോഹമാണ്. നിദ്രയിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും അറിവില്ല. ഒരു തരം അന്ധത്വം അത് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ മഹാമായയാൽ ഈ ജഗത്ത് മുഴുവനും നല്ലവണ്ണം മോഹിപ്പിക്കപ്പെടുന്നു. അത് നിമിത്തം ഈ മോഹത്തിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. മഹാമായ എന്ന് പറയുന്നത് തന്നെ ഈ ജഗത് പിതാവായ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രയാകുന്നു. ആ യോഗനിദ്രയിൽ ഈ മായാ ഭഗവതി ഈ സംസാരത്തെ മുഴുവൻ മയക്കിക്കളയുന്നു, മോഹിപ്പിച്ച് കളയുന്നു. അങ്ങനെ ആ മായ മറികടക്കുന്നവർക്ക് മാത്രമേ ഈ മമത്വത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. ആ അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രമേ ഈ മമതാബന്ധത്തെ ഉള്ളിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കൂ. അതിന് പ്രധാനമായിട്ട് ഒരു കാരണവും കൂടെ മഹർഷി പറയുന്നു. ആ മായാദേവി ഭഗവതി എന്നാൽ ഐശ്വര്യാദി ഗുണപൂർണമായിട്ടിരിക്കുന്ന ആ മഹാമായ ദേവി അങ്ങയെ പോലുള്ള സാമാന്യ ജ്ഞാനികളുടെ മാത്രമല്ല വിശേഷജ്ഞാനമുള്ള യോഗികളുടെ പോലും അന്ധകരണത്തെ സ്വസാമർത്ഥ്യം കൊണ്ട് ബലമായി ആകർഷിപ്പിച്ചിട്ട് ഈ മോഹത്തിനായി അർപ്പിക്കുന്നു. യോഗികൾക്ക് പോലും പലപ്പോഴും തങ്ങളുടെ ആ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകാറുണ്ട്. അത്രയ്ക്ക് പ്രഭാവമുള്ളതാണ് ഈ മഹാമായ ശക്തി. അപ്പോൾ പിന്നെ സാമാന്യജ്ഞാനം കൊണ്ട് എന്ത് കാര്യം? ആ മഹാമായ ഭഗവതിയുടെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ എന്നറിഞ്ഞ് ആ ഭഗവതിയിൽ പൂർണ്ണമായും ശരണാഗതി അടഞ്ഞാൽ ആ മഹാമായയുടെ പ്രഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നതാണ്. ആ ദേവിയാൽ സമസ്ത ചരാചരങ്ങളോട് കൂടിയ ഈ വിശ്വം, ഈ 3 ലോകവും സൃഷ്ടിക്കപ്പെടുന്നു, വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ബന്ധത്തിൽപ്പെടുത്തുന്നവളാണെങ്കിൽ പോലും ഈ ദേവി പ്രസന്നയാവുകയാണെങ്കിൽ, നമ്മുടെ ഭക്തിക്ക് മുന്നിൽ പ്രസന്നയാവുകയാണെങ്കിൽ മനുഷ്യൻ്റെ മുക്തിക്കായിക്കൊണ്ട് അതേ ദേവി തന്നെ വരത്തെ തരുന്നു. നമുക്ക് ആ മായയെ മറികടക്കാനുള്ള ഊർജത്തെ ഇതേ ദേവി തന്നെ നമുക്ക് തരുന്നു. അതാണ് ദേവീ മഹാത്മ്യം. ഹരേ കൃഷ്ണ. എന്നും ഇവിടെയുള്ള നിത്യയായിട്ടുള്ള മോക്ഷത്തിന് കാരണഭൂതയായിട്ടിരിക്കുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള ആ വിദ്യ, പരാവിദ്യ, ആ മഹാമായ തന്നെയാകുന്നു. ഈ മഹാമായ തന്നെയാണ് ഈ സംസാര ബന്ധത്തിന് കാരണമായിട്ടുള്ള അവിദ്യയും ഇതേ ദേവി തന്നെയാണ്. എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ അതേ മഹാമായ തന്നെയാണ് സംസാര ബന്ധത്തിന് ഹേതുവും. അതേ ദേവി തന്നെയാണ് സംസാര ബന്ധത്തിൽ നിന്ന് മുക്തയാക്കുന്നതും. അതേ ദേവി തന്നെയാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ദേവി നമുക്ക് തരുന്നു. ഇതൊക്കെ ആ മഹർഷിയിൽ നിന്നും അറിഞ്ഞ ആ രാജാവ് ചിന്തിച്ചു. അപ്പോൾ ആ ദേവി ആരാണ്? എന്താണ് ആ ദേവിയുടെ മഹാത്മ്യം? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ രാജാവ് ഇപ്രകാരം ചോദിക്കുകയാണ്. അല്ലയോ മഹർഷേ, അത്രയും ഗുണഗണങ്ങൾ തികഞ്ഞ മഹർഷേ, ആ മഹാമായ എന്ന് ഏതൊരു ദേവിയെക്കുറിച്ച്, ഏതൊരു ശക്തിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു? ആ ദേവി ആരാകുന്നു? ആ ദേവി എങ്ങനെയാണ് ഉണ്ടായത്? അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ആ ദേവിയുടെ പ്രവൃത്തികളൊക്കെ എന്താണ്? എങ്ങനെയാണ് ആ ബ്രഹ്മത്തെ അറിഞ്ഞവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ മഹർഷേ ആ ദേവി ഏത് തരത്തിലുള്ള പ്രഭാവത്തോടു കൂടിയുള്ളവളാണ്? എന്താണ് ദേവിയുടെ ഒരു ആകൃതി, സ്വരൂപം എന്താണ്? ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഇതെല്ലാം അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചോദ്യങ്ങൾ കേട്ട് മഹർഷി ഉത്തരം പറഞ്ഞു. ഈ ജഗത്ത് തന്നെയാണ് ദേവി. അപ്പോൾ ഈ ജഗത്ത് ഉണ്ടായി മറയുന്നതാണ്. അങ്ങനെയെങ്കിൽ ദേവിയും ഉണ്ടായി മറയുന്നതാണ്. എന്നാൽ മഹർഷി പറയുന്നു, ദേവി നിത്യയാണ്. ഇങ്ങനെ രണ്ടും പറയാൻ കാരണം ഈ പ്രപഞ്ചമെല്ലാം തന്നെ ആ ദേവിയാൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഈ ജഗത്ത് ആ ദേവിയിൽ നിന്നാണ് ഉണ്ടായത്.
ആ ദേവി തന്നെയാണ് ജഗത്ത്. പക്ഷേ ആ ദേവി ജഗത്തിനെ പോലെ അനിത്യയല്ല, നിത്യയാണ്. ആ ദേവിയിൽ നിന്നാണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ദേവിയാണ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതേസമയം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു. അതിന് മഹർഷി പറയുകയാണ്, ആ ദേവിയുടെ ഉത്ഭവം പല വിധത്തിലാണ്. എന്നിൽ നിന്ന് അതിനെക്കുറിച്ച് കേട്ടാലും. ദേവി എല്ലായ്പ്പോഴും ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ദേവി ജനിക്കുന്നില്ല, എന്നാൽ ദേവി ജനിക്കുന്നുണ്ട്. ആ ദേവി നിത്യയാണെങ്കിലും ദേവന്മാർക്ക് ചില ആപത്ത് ഘട്ടങ്ങൾ വരുന്ന സമയത്ത് ദേവിയല്ലാതെ മറ്റൊരാശ്രയമില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ, അപ്പോൾ നിത്യമായിരിക്കുന്ന പ്രത്യേകിച്ചൊരു സ്വരൂപമില്ലാത്ത ആ ദേവി ഓരോ രൂപമെടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നു ഈ ലോകത്തിൽ ദേവി ഉത്ഭവിച്ചു എന്ന്. അപ്പോൾ ദേവി ആവിർഭവിക്കുകയാണ് ചെയ്യുന്നത്, ജനിക്കുകയല്ല ചെയ്യുന്നത്. മറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല രീതിയിൽ ദേവി ഉത്ഭവിച്ചത് കൊണ്ടാണ് മഹർഷി പറഞ്ഞത്, ദേവി ഏതിൽ നിന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം പലപ്പോഴായിട്ട് പല രൂപത്തിൽ ദേവി ആവിർഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ദേവി ആവിർഭവിച്ച ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ രാത്രിയാകുമ്പോൾ ഇവിടെ സർവത്ര പ്രളയം സംഭവിക്കും. ബ്രഹ്മാവ് ആ മഹാവിഷ്ണുവിൽ നിദ്ര കൊള്ളും. അങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ബ്രഹ്മാവിനെ അടക്കമുള്ള എല്ലാം തന്നിലാക്കി ആ മഹാവിഷ്ണു യോഗനിദ്ര കൊള്ളും. അപ്പോൾ ഈ ജഗത്ത് മുഴുവൻ ഒരേ ഒരു സമുദ്രമായി തീരുന്ന ആ സമയത്ത് ഈ ലോകത്തിൻ്റെ പ്രഭുവായ ആ മഹാവിഷ്ണു ആദിശേഷനെ മെത്തയാക്കിയിട്ട് എപ്പോൾ യോഗനിദ്രയെ പ്രാപിച്ചുവോ അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് അടുത്ത കൽപ്പമായപ്പോൾ ആ നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴും മഹാവിഷ്ണു ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ചെവിയിലെ അഴുക്കിൽ നിന്ന് ഉണ്ടായ ഘോരരൂപികളായ മധു എന്നും കൈടബൻ എന്നും പേരുള്ള രണ്ട് പ്രസിദ്ധരായ ആളുകളെല്ലാം അറിഞ്ഞ രണ്ട് അസുരന്മാർ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ ബ്രഹ്മാവിനെ കൊല്ലുവാൻ വേണ്ടി അവർ അതിന് ഒരുങ്ങി പുറപ്പെട്ടു. വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രജാപതിയും പ്രഭുവുമായിട്ടുള്ള ബ്രഹ്മാവ് ആ രണ്ട് അസുരന്മാരെയും അവർ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, പക്ഷേ എന്നെ രക്ഷിക്കേണ്ട മഹാവിഷ്ണു ഉറങ്ങുന്നവനായി കണ്ടിട്ട് ഇനി താൻ എന്തു ചെയ്യും? മഹാവിഷ്ണു ഉണർന്നിട്ട് വേണം ഈ മധുകൈടബന്മാരെ വധിക്കാൻ. എന്നാൽ മഹാവിഷ്ണു ആ യോഗനിദ്രയുടെ പിടിയിലാണ്. ആ യോഗനിദ്ര ഭഗവതിയുടെ നിയന്ത്രണത്തിലാണ്, ആ മഹാവിഷ്ണു പോലും. അപ്പോൾ ഇനി ആകെ ഒരു ശരണം ആ ദേവി തന്നെ. അങ്ങനെ ഏകാഗ്രചിത്തനായിട്ട് മഹാവിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ആ മഹാവിഷ്ണുവിൻ്റെ നേത്രത്തിൽ യോഗനിദ്രയായി കുടികൊള്ളുന്ന ആ ദേവിയെ, ജഗത് ജനനിയായിട്ടിരിക്കുന്ന ആ ദേവിയെ തേജോരൂപനായ മഹാവിഷ്ണുവിൻ്റെ യോഗനിദ്രയാകുന്ന നിദ്രാദേവിയെ സ്തുതിച്ചു. ഈ സ്തുതിയാണ് നമ്മൾ രാത്രി സൂക്തത്തിൽ കണ്ടത്. നിദ്രാദേവിയെ ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിച്ചു: ഉറങ്ങിക്കിടക്കുന്ന മഹാവിഷ്ണുവിനെ ഉണർത്താൻ ആ ദേവി കനിയണം. അതിനായിട്ട് യോഗനിദ്രയായിട്ടിരിക്കുന്ന ആ നിദ്ര എന്ന സ്വഭാവമായിട്ടിരിക്കുന്ന ദേവിയെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. ഈ സ്തുതിയാണ് രാത്രി സൂക്തത്തിൽ നമ്മൾ കണ്ടത്. രാത്രി സൂക്തം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്തുതി കഴിഞ്ഞ് അപ്പോൾ നിദ്രാദേവിയാൽ മോഹിതനായിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരനായ ജഗന്നാഥനായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ ഒന്ന് വേഗത്തിൽ എഴുന്നേൽപ്പിക്കൂ, എനിക്ക് ആയിട്ട് ആ മഹാവിഷ്ണുവിൻ്റെ ബുദ്ധിയിൽ ഉണർവേകൂ ദേവി. അങ്ങനെ ആ അസുരന്മാരെ നശിപ്പിച്ചാലും ദേവി. ആ ബ്രഹ്മാവിൻ്റെ സ്തുതിക്ക് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി ആ ഋഷി പറയുന്നത്. ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട സമയത്ത് അവിടെ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിലിരിക്കുന്ന ആ ബ്രഹ്മാവിനാൽ ഇപ്പോൾ ഈ പറയപ്പെട്ട സ്തുതിയാൽ സ്തുതിക്കപ്പെട്ട താമസീ ദേവി, തമോ ഗുണത്തിൻ്റെ ഫലമായിട്ടാണ് നിദ്ര സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യോഗനിദ്രാ ഭഗവതിയെ തമോ ഗുണിയായ ദേവിയായിട്ട് പറയുന്നത്. ദേവിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഏതു ഗുണവും സ്വീകരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ആ പരാശക്തി നിർഗുണ തന്നെയാണ്.
എങ്കിലും ഏത് ഭാവത്തിലാണോ ദേവി അവതരിക്കുന്നത് അതിനനുസരിച്ച് ദേവി തമോ ഗുണിയും രജോ ഗുണിയും സത്വഗുണിയും ഒക്കെ ആയിത്തീരുന്നതാണ്. അപ്പോൾ ഇവിടെ നിദ്രാഭഗവതിയായത് കൊണ്ടാണ് ദേവിയെ തമോ ഗുണി എന്ന് പറയുന്നത്. തമോ ഗുണത്തോടു കൂടിയ ആ നിദ്രാദേവി ആ മധുകൈടഭന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി അതിന് ആ ഭഗവാൻ മഹാവിഷ്ണു എഴുന്നേൽക്കണം. അങ്ങനെ മഹാവിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് അതേ മഹാവിഷ്ണുവിൻ്റെ കണ്ണ്, മൂക്ക്, മുഖം, കൈകൾ, ഹൃദയം ഇവയിൽ നിന്ന് അതുപോലെ തന്നെ നെഞ്ചിൽ നിന്നും ആ ഒരു ഊർജപ്രവാഹം പെട്ടെന്നുണ്ടായി. അതെല്ലാം കൂടെ ഒരു മഹാകാളിയായിട്ട് ആ ബ്രഹ്മാവിൻ്റെ മുൻപിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു അവ്യക്ത ജന്മമായിട്ട് ആ ബ്രഹ്മാവ് നാഭിയിൽ നിന്നാണ് ഉണ്ടായത് എങ്കിൽ പോലും കൃത്യമായ ഒരു ഉറവിടം അറിയാൻ സാധിക്കുന്നില്ല എന്നതിനാൽ അവ്യക്ത ജന്മം, സ്വയംഭൂ എന്നർത്ഥം. അങ്ങനെ സ്വയംഭൂ ആയിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ദർശനത്തിൽ സ്ഥിതി ചെയ്തു. ദേവിയിൽ ശരണാഗതി അടഞ്ഞ് സ്തുതിച്ചപ്പോൾ അങ്ങനെ ആ മഹാവിഷ്ണു ദേവിയുടെ ആ മഹാമായ നിദ്രാദേവിയാൽ മുക്തനായ ഈ ജഗത്തിൻ്റെ നാഥനായിട്ടുള്ള ആ മഹാവിഷ്ണു ഒരേ ഒരു സമുദ്രമായി തീർന്ന ആ പാലാഴിയിൽ അനന്തനാകുന്ന ആ മെത്തയിൽ നിന്ന് അങ്ങനെ ഉണർന്നു. അതിനുശേഷം ആ ജനാർദ്ദനൻ ദുഷ്ടബുദ്ധികളായിട്ടുള്ള അതിവീരന്മാരായ അത്യുത്കൃഷ്ടന്മാരായിട്ടുള്ള പരാക്രമികളായിട്ടുള്ള ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടു കൂടിയ അങ്ങനെയുള്ള ആ മധുകൈടഭന്മാർ ആ ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ ഒരു പരിശ്രമം, ആ ഒരു ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന അങ്ങനെയുള്ള മധുകൈടഭന്മാരെ കാണുകയും ചെയ്തു. എങ്ങനെയുള്ള മധുകൈടഭന്മാരെയാണ് ഈ മഹാവിഷ്ണു കണ്ടത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ബ്രഹ്മാവിനെ വധിക്കും എന്ന പോലെ നിൽക്കുന്ന മധുകൈടഭന്മാരെ മഹാവിഷ്ണു കാണുകയാണ്. ഉടനെ തന്നെ ഇനി ഭഗവാന്റെ മറ്റു പേരുകളും കൂടെ പറയാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഹരി സാക്ഷാൽ മഹാവിഷ്ണു എഴുന്നേറ്റിട്ട് പിന്നീട് യുദ്ധം ചെയ്യുകയാണ്. 5000 വർഷങ്ങളാണ് ഈ മധുകൈടഭന്മാരോട് യുദ്ധം ചെയ്യുന്നത്. ആ മധുകൈടഭന്മാരോട് ഇവിടെ ഭഗവാന്റെ ആയുധം എന്ന് പറയുന്നത് ഭഗവാന്റെ കൈകൾ മാത്രമാണ്. അങ്ങനെ കൈകൾ ആയുധങ്ങളാക്കി യുദ്ധം ചെയ്തു. ആസുരീകത അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാലങ്ങളെടുത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ മധുകൈടഭന്മാരെ, ആ അസുരന്മാരെ, നമ്മുടെ ആ ഉള്ളിലെ ആസുരീക ശക്തിയെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതിന് ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തി നമുക്കുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലെ ആസുരീകത ഇല്ലാതാവുകയും അവിടെ ആ ഈശ്വര ശക്തി പ്രകടമാവുകയും ചെയ്യും. ഭക്തി കൈകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആസുരികതയോട് എതിരായിട്ട് നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ ഒരുപാട് വർഷമെടുക്കും. അപ്പോൾ ഇവിടെ ആ മഹാമായ മധുകൈടഭന്മാരെ മോഹിപ്പിക്കുകയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്തിട്ടും പിടിച്ചു നിൽക്കുന്നതിനാൽ തീർച്ചയായും ആ ആസുരിക ശക്തികളായ മധുകൈടഭന്മാർക്ക് തങ്ങളുടെ ആ ഒരു പ്രഭാവത്തിൽ ആ ഒരു അഹങ്കാരമൊക്കെ വന്നു. അതിബലം കൊണ്ട് ഉന്മത്തരായിരുന്നു അവർ. അങ്ങനെയുള്ള ആ മധുകൈടഭന്മാർ മഹാമായാദേവിയാൽ നല്ലവണ്ണം മോഹിപ്പിക്കപ്പെട്ടു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇനി തങ്ങളെ വധിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം സാക്ഷാൽ മഹാവിഷ്ണു പോലും പരാജയം സംഭവിച്ചില്ലെങ്കിലും ഇവരെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ അത്രയും പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നതിനാൽ ഇനി ഇതിലുമപ്പുറം ഞങ്ങളെ ശിക്ഷിക്കാൻ ആരാണ് എന്ന ആ ഒരു ഉന്മത്താവസ്ഥ ഒരു മോഹമായിട്ട് തീരുകയാണ്, ഒരു ഭ്രമമായിട്ട് തീർന്നിരിക്കുകയാണ്. പക്ഷേ അതവർ തിരിച്ചറിയുന്നില്ല. ആ ഭ്രമത്തിൽ നിന്ന് അവർ മഹാവിഷ്ണുവിനോട് പറയുകയാണ്, ഞങ്ങളിൽ നിന്ന് വരം വാങ്ങിക്കൂ എന്ന് ഭഗവാനോട് മധുകൈടഭന്മാർ പറയുകയാണ്. ഇത് ആ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയ ഒരു അവസ്ഥയാണ്. ഇത് കേട്ട് മനസ്സിൽ ഒട്ടും അഹങ്കാരമില്ലാത്ത സമഭാവനയുള്ള ഭഗവാൻ മറുപടി പറയുകയാണ്, ശരി, ഞാൻ വാങ്ങിക്കാം വരം. ഇന്ന് നിങ്ങൾ 2 പേരും എന്നിൽ നിങ്ങൾ സന്തുഷ്ടരായി എങ്കിൽ വരം തന്നോളൂ. എന്താണ് വരം? എനിക്ക് നിങ്ങളെ വധിക്കാൻ സാധിക്കണം. ആ വരമാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ വേറെ എന്ത് വരമാണ് ഞാൻ ചോദിക്കുക? എനിക്ക് വേണ്ടത് നിങ്ങളുടെ മരണമാണ്. വരമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊള്ളാം.
എന്നാൽ ഇത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇത് സൂചിപ്പിക്കുന്നത് ചില സമയത്ത് നമ്മൾ ഒന്നും അറിയാത്ത പോലെ മൂഢന്മാരെ പോലെ ഇരിക്കുന്നതാവും ശ്രേഷ്ഠത്വം. ചില സമയങ്ങളിൽ ഇനി അവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് ഋഷി പറയുകയാണ്, സുമേധസ് മഹർഷി പറയുകയാണ്, അപ്പോൾ ഇപ്രകാരം തങ്ങൾ വഞ്ചിക്കപ്പെട്ടു, വടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെ എന്ന പോലെ വഞ്ചിക്കപ്പെട്ടു ആ അസുരന്മാർ ചുറ്റും നോക്കി. അപ്പോൾ സർവ്വജഗത്തും മുഴുവനും വെള്ളം മാത്രം കണ്ടിട്ട്, ആ വെള്ളം മാത്രം കണ്ടിട്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു ബുദ്ധി ഉദിച്ചു. അങ്ങനെ അവർ പറയുകയാണ്, കമലാക്ഷകനായ വിഷ്ണു ഭഗവാൻ ഞങ്ങളെ വധിക്കുകയാണെങ്കിൽ ഈ ഭൂമി എവിടെയാണോ വെള്ളത്താൽ മുങ്ങാതിരിക്കുന്നത്, അതായത് ഭൂമി എവിടെയുണ്ടോ അവിടെ വെച്ച് വെള്ളത്തിൽ നിന്ന് ഞങ്ങളെ വധിക്കാൻ പാടില്ല. ഭൂമിയിൽ എവിടെയാണോ വെള്ളമില്ലാത്തത് അവിടെ വെച്ച് ഞങ്ങളെ കൊന്നുകൊള്ളുക എന്ന് പറയപ്പെട്ടു. എന്നാൽ ഇതും ആ ലോകനാഥനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രഭാവത്തെ അറിയാതെയുള്ള ഒരു ജൽപ്പനമായിപ്പോയി. തങ്ങൾ പറയുന്നത് കേട്ടിട്ട് മഹാവിഷ്ണു ഇളിഭ്യനായി പോകും എന്നാണ് അസുരന്മാർ വിചാരിച്ചത്. പക്ഷേ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ശംഖ് ചക്ര ഗദകളെ ധരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ഇടുപ്പ് ഭാഗത്ത് 2 പേരുടെയും ശിരസ് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ആ സുദർശന ചക്രം കൊണ്ട് ആ മധുകൈടഭന്മാരുടെ 2 പേരുടെയും തലകളെ ഛേദിച്ച് കളഞ്ഞു ഭഗവാൻ. ഈ വിശ്വം തന്നെയായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ആ വിശ്വരൂപത്തിൽ അവരെ ചേർത്ത് വെച്ചിട്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് അവരുടെ ശിരസ് അറുത്തു മുറിച്ച് കളഞ്ഞു. അങ്ങനെ മധുകൈടഭ വധം മഹാവിഷ്ണുവിനാൽ ചെയ്യപ്പെട്ടു. പക്ഷേ അതിന് സഹായിച്ചത് മഹാമായ ദേവിയാണ്. ഇങ്ങനെ ഋഷി വീണ്ടും പറയുകയാണ്, സുമേധസ് മഹർഷി പറഞ്ഞത്, ദേവി ഒരു രീതിയിൽ മാത്രമല്ല ഉൽപ്പന്നയായത്, ഇത് ദേവി ഉത്ഭവിച്ച ഒരു രീതി എന്ന് മാത്രം. ഈ മഹാമായ ദേവി ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്വയം തൻ്റെ ഉള്ളിൽ പ്രചോദിക്കപ്പെട്ടിട്ട് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടിട്ട് ഏകാഗ്ര മനസ്സോടുകൂടി ഇനി ദേവിയല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല എന്ന ശരണാഗതിയോടു കൂടെയാണ് ബ്രഹ്മാവ് സ്തുതിച്ചത്. അങ്ങനെയുള്ള സ്തുതിയിൽ മാത്രമേ ഈശ്വരശക്തിയായ ദേവി പ്രസാദിക്കുകയുള്ളൂ. ഇങ്ങനെ ദേവി ആ സ്തുതിയാൽ പ്രസാദിച്ചിട്ട് ബ്രഹ്മാവിന് മുന്നിൽ ഉത്ഭവിച്ചു. എവിടെ നിന്നാണ് ദേവി ഉത്ഭവിച്ചത് ആദ്യമായിട്ട് എന്ന് ഓർമ്മയില്ലേ? മഹാവിഷ്ണുവിൻ്റെ കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ആദ്യമായി ദേവി താമസീ ഗുണത്തിൽ ഉത്ഭവിച്ചത്. ഈ ദേവിയുടെ മഹാത്മ്യത്തെയാകട്ടെ ഇനിയുമുണ്ട്, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക എന്ന ഈ ഋഷിവാക്യത്തോടെയാണ് മാർക്കണ്ഡേയ പുരാണത്തിലെ സാവർണിക മന്വന്തരം എന്ന് പേരുള്ള ദേവീ മഹാത്മ്യത്തിലെ മധുകൈടഭവധം എന്ന് പേര് കൊടുത്ത 1-ാമത്തെ അധ്യായം ഈ രീതിയിൽ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ വായിച്ചതും പറഞ്ഞതും മുഴുവനും ആ രാധാകൃഷ്ണ പുണ്യപാദ പത്മ ചൈതന്യത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഈ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഹരേ കൃഷ്ണ.